നിഷ്കളങ്കമായ ഒരു കുറിപ്പായിരുന്നില്ല താങ്കളുടേത്. കക്കുംതോറും മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ രക്ഷപ്പെടുത്താൻ തൽക്കാലം ഒരു വർഗീയ കലാപം വേണമെന്ന് സ്വരാജ് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അതിലെന്താണ് തെറ്റ്? TP ചന്ദ്രശേഖരനെ അരിഞ്ഞു തള്ളിയപ്പോൾ മാഷ അള്ള സ്റ്റിക്കറും മുസ്ലിം പള്ളിയും ഒക്കെ ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ PV സത്യനാഥിന്റെ കൊലപാതകത്തിൽ അമ്പലവും പരിസരവും ചിത്രത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു കലാപത്തിനുള്ള ആഹ്വാനമായിരുന്നില്ലേ? നിമിഷനേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കാൻ ശ്രമിച്ച വർഗീയ പരിസരം കണ്ടാൽ ഈ കൊലപാതകത്തിൽ സ്വരാജ് അടക്കമുള്ള സഖാക്കന്മാർ നേതാക്കന്മാർക്ക് മനസ്സറിവുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ തെറ്റു പറയാനാകുമോ? PV സത്യനാഥൻ മറ്റൊരു TPO എന്ന ചോദ്യവും ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിച്ച വർഗീയ പ്രചരണം ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു. പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന സഖാക്കളുടെ ഒരു സെറ്റപ്പ് വെച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൊന്നു. അതിന് കൃത്യമായ കാരണവും ഉണ്ടാകും.